നമസ്കാരം. ഡോക്ടർ ചോദിക്കാം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കുഞ്ഞുങ്ങളിലും കൗമാരക്കാരിലും ഉണ്ടാകുന്ന ഹൃദ്രോഗങ്ങൾ കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് പീഡിയാട്രിക് കാർഡിയോളജി. കുട്ടികളെ ബാധിക്കുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അൽക്ക മാധവൻകുട്ടി ചേരുന്നു. ഡോക്ടർ സ്വാഗതം. മാം, ജന്മനാ കണ്ടുവരുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങളും അല്ലാത്തവയുമായി കുട്ടികളെ ബാധിക്കുന്ന ഹൃദ്രോഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ്. ഡോക്ടർ എങ്ങനെയാണെന്ന് വിശദമാക്കുക. കുട്ടികളിൽ ഉണ്ടാവുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അഡൽട്ട്സിന് മുതിർന്നവരിൽ ഉണ്ടാവുന്നതിലും വളരെ വ്യത്യസ്തമായവയാണ്. ഇതിൽ നമ്മളതിനെ ഒന്ന് ക്രമപ്പെടുത്തുകയാണെങ്കിൽ ജന്മനാ ഉണ്ടാകുന്ന അസുഖങ്ങളെന്നും അക്യൂർഡ് ഡിസീസസ് അല്ലെങ്കിൽ പിന്നീട് കിട്ടുന്ന അസുഖങ്ങൾ എന്നായിട്ട് ബ്രോഡ്ലി നമുക്ക് ഇവയെ തരംതിരിക്കാവുന്നതാണ്. നമ്മൾ ജന്മനാ ഉള്ള ഹാർട്ട് ഡിസീസുകൾ എടുക്കുകയാണെങ്കിൽ അതിലും കുട്ടികളിൽ നീല നിറമുള്ള അസുഖങ്ങൾ, നീല നിറം വരാത്ത അസുഖങ്ങൾ, അങ്ങനെ പല രീതിക്കായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അക്യൂർഡ് ഹാർട്ട് ഡിസീസസ് അഥവാ പിന്നീട് നമുക്ക് കിട്ടുന്ന അസുഖങ്ങൾ കാവസാക്കി ഡിസീസ്, റൂമാറ്റിക് ഹാർട്ട് ഡിസീസ്, അങ്ങനെ കുറച്ച് അസുഖങ്ങൾ, മയോകാർഡൈറ്റിസ് പോലെയുള്ള ഇൻഫെക്ഷൻസ് അതെല്ലാം ഉണ്ട്. ഇതിനപ്പുറമായിട്ട് കുട്ടികളുടെ ഹാർട്ടിൻ്റെ റിതം അഥവാ താളത്തിൽ വരുന്ന അബ്നോർമാലിറ്റീസിന് അറിത്മിയാസ്, അങ്ങനെയുള്ള അസുഖങ്ങളും കുട്ടികൾക്കുണ്ടാവാം. വേറെ ഒരു ഗ്രൂപ്പായിട്ട് ഹാർട്ട് ഫങ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങൾ, കാർഡിയോമയോപ്പത്തീസ്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളും ഉണ്ടാകാം. പിന്നെ ഉള്ളത് ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നുള്ള അങ്ങനത്തെ അസുഖങ്ങളും കുട്ടികൾക്ക് ഉണ്ടാകും. ഡോക്ടർ, ഇപ്പോൾ നമുക്ക് ആദ്യം ജന്മനാ തന്നെ ഉണ്ടാവുന്ന ഹൃദ്രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞുങ്ങളുടെ ഹൃദയാരോഗ്യം ശരിയല്ല എന്ന് നേരത്തെ തന്നെ കണ്ടെത്തുക സാധ്യമാണല്ലോ ഇപ്പോൾ. ഡോക്ടർ, എത്തരത്തിലാണ് ഇപ്പോൾ അല്ലെങ്കിൽ ജന്മനാ ഉണ്ടാകുന്ന ഹൃദ്രോഗങ്ങൾ തിരിച്ചറിയുകയും ചികിത്സിക്കുകയും ചെയ്യുന്നത്? ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങളെ നമ്മൾ തിരിച്ചറിയാൻ പലതരം ടെസ്റ്റുകളുണ്ട്. പല സൈൻസ് ആൻഡ് സിംറ്റംസ് കൊണ്ടാണ് നമുക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുന്നത്. ഈ ഗർഭാവസ്ഥയിൽ തന്നെ നമുക്ക് ശരിയാണ് പല അസുഖങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എല്ലാ അസുഖങ്ങളും നമുക്ക് ഗർഭാവസ്ഥയിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. ബ്രോഡ്ലി നമ്മൾ ഈ ഹാർട്ട് ഡിസീസുകളെ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസസ് എന്ന് പറയും. അതുതന്നെ ഹാർട്ടിൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾ, അങ്ങനെയുള്ള അസുഖങ്ങളെയാണ് നമുക്ക് ഗർഭസ്ഥ ശിശുവിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അങ്ങനത്തെ അസുഖങ്ങളിൽ ജനിച്ചു കഴിയുമ്പോൾ കുട്ടികളിൽ നീലനിറം ഉണ്ടാവുന്ന അസുഖങ്ങൾ, നീലനിറം ഉണ്ടാകാത്ത അസുഖങ്ങൾ, അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഇതിൽ ഹാർട്ടിലെ വലിയ ഹോളുകൾ, നീലനിറം ഉണ്ടാവാൻ സാധ്യതയുള്ള പല അസുഖങ്ങൾ, ഇതെല്ലാം നമുക്ക് ഗർഭാവസ്ഥയിൽ കണ്ടുപിടിക്കാൻ കൂടുതലും കഴിയും. പക്ഷേ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റണം എന്നില്ല. ഇതിനുശേഷം ഈ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടികളിൽ ശ്വാസം മുട്ട്, അങ്ങനെയുള്ള കുറച്ച് സിംറ്റംസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പിന്നെ ഹാർട്ട് ഡിസീസുകൾ ഇങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. ഈ നീലനിറം ഇല്ലാത്ത ഹാർട്ട് ഡിസീസുകളാണ് കൂടുതൽ കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ അതിന് ജനിച്ച ഉടനെ തന്നെ ഒരുപക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ പിന്നീടായിരിക്കാം അവരുടെ സിംറ്റംസ് എല്ലാം വരുന്നത്. ഈ കാറ്റഗറിയിൽ വരുന്നത് ഹാർട്ടിലെ ഹോളുകൾ, പിന്നെ ഹാർട്ടിലെ പല ചേമ്പേഴ്സിൻ്റെ ഇടയിലുള്ള ഭിത്തികളിലെ ഹോളുകളുണ്ട്. പിന്നെ വേറെയുള്ളത് ഹാർട്ടിൻ്റെ വാൽവുകളിലെ ചുരുക്കം, വാൽവുകളിലെ ലീക്ക്, അങ്ങനെയുള്ള അസുഖങ്ങളും ഉണ്ട്. ഡോക്ടർ, ഇപ്പോൾ സൂചിപ്പിച്ചതിൽ ഹൃദയത്തിൽ ദ്വാരവുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചികിത്സ എങ്ങനെയാണ് വേണ്ടത്? ഇപ്പോൾ നമുക്കറിയാം ചില അസുഖങ്ങൾ, അല്ലെങ്കിൽ ഈ അസുഖം തന്നെ ചിലത് സർജറി വേണ്ടതാണ്. അപ്പോൾ ജനിച്ച പാടെ കുഞ്ഞിന് സർജറി വേണമെന്നൊക്കെ പറയുമ്പോൾ പേരൻസ് വല്ലാതെ കൺസേൺഡ് ആവും. കുറച്ച് വളർന്നിട്ട് കുഞ്ഞ് വളർന്ന ശേഷം സർജറി ചെയ്താൽ മതി എന്ന് മറ്റു പലരും പറഞ്ഞു കേട്ട് ശീലവും ഉണ്ടാവും. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയല്ല മറ്റൊരു കുട്ടിയുടെ ആരോഗ്യാവസ്ഥ. അപ്പോൾ ഡോക്ടറെ, ജനിച്ച പാടെ സർജറി ചെയ്യുന്നതും എങ്ങനെയാണ് ഇതൊന്ന് വിശദമാക്കാമോ? എത്രത്തോളം സേഫാണ് ഈ സർജറികളൊക്കെ?
നമ്മൾ ഒരു കുട്ടിക്ക് ഒരു സർജറി അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അത് അത്യാവശ്യമാണ് എന്നുള്ള ഘട്ടത്തിൽ മാത്രമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ജന്മനാ ഉള്ള ഈ ഹാർട്ടിലെ ദ്വാരങ്ങൾ എന്നുള്ളത് സാധാരണഗതിയിൽ ഹാർട്ടിലെ ദ്വാരങ്ങളുള്ള കുട്ടികൾക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാറില്ല. സാധാരണ ജനിച്ചപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റുകൾ വേണ്ടി വരുന്നത് കൂടുതലും നീല നിറമുള്ള അസുഖങ്ങളാണ്. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്, പിന്നെ TAPVC, ടോട്ടൽ അനോമലസ് പൾമണറി വീനസ് കണക്ഷൻസ്, ഇങ്ങനെ കുറച്ച് അസുഖങ്ങളുണ്ട്. ഇതിൽ കുറേ അസുഖങ്ങൾ ഇതെല്ലാം വളരെ റെയറാണ്. നമ്മുടെ ഒരു 1000 പോപ്പുലേഷനിൽ 8 പേർക്ക് ഹാർട്ട് ഡിസീസ് വരുമെന്നാണ് നമ്മുടെ ഒരു ഗ്ലോബലി ഉള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേറ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ പല കുട്ടികൾക്കും ഇങ്ങനെ വളരെ ജനിച്ച ഉടനെ തന്നെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരാൻ സാധ്യതയുള്ള കുട്ടികളെ നമുക്കതിലൊരു വലിയ ശതമാനം കുട്ടികളെയും ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഗർഭസ്ഥ ശിശുവിന് ഒരു ഇങ്ങനെ ജനിച്ച ഉടനെ ഒരു സർജറിയോ എന്തെങ്കിലും വേണ്ടി വരുന്ന കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ടേർഷ്യറി കെയർ സെൻറ്റർ, അതായത് നല്ലൊരു NICUവും കാർഡിയാക് കെയർ ഫെസിലിറ്റിയും ഒക്കെ ഉള്ള ഹോസ്പിറ്റലിൽ വേണം ആ കുട്ടിയുടെ പ്രസവം ഉണ്ടാവേണ്ടത്. എന്നിട്ട് ആ കുട്ടിയെ നമ്മൾ NICUവിൽ അഡ്മിറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഈ പല ഹാർട്ട് ഡിസീസുകളും കുറച്ച് ഇങ്ങനെ ഇമ്മീഡിയറ്റ് സർജറി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷൻ വേണ്ടി വരുന്ന പലതും വളരെ കോംപ്ലെക്സ് ആണ്. അതിനെല്ലാം നമുക്ക് ഒരു പെട്ടെന്നൊരു ഡിസിഷൻ മുന്നേ കൂട്ടിയുള്ള ഡിസിഷൻസ് ആയിരിക്കില്ല. ഓരോ കുട്ടിയുടെയും അവസ്ഥ അപ്പോൾ നോക്കിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ TAPVC പോലെയുള്ള അസുഖങ്ങളാണെങ്കിൽ അത് ഒരുപക്ഷെ നമുക്ക് ഗർഭസ്ഥ ശിശുവിന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കുട്ടിക്ക് ജനിച്ചു കഴിയുമ്പോൾ നീല നിറം ഉണ്ടാവും. ജനിച്ചു കഴിയുമ്പോൾ നീല നിറമുള്ള കുട്ടികൾക്ക് പല പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ നിയോനറ്റോളജിസ്റ്റ് അത് നോക്കി അവരത് സംശയിച്ച് നമ്മൾ എക്കോ ടെസ്റ്റ് ചെയ്ത് അതിനുശേഷമായിരിക്കും നമ്മളിത് കണ്ടുപിടിക്കുന്നുണ്ടാവുക. ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ കുറച്ച് കണ്ടീഷൻസിന് മാത്രമേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ന്യൂ ബോൺ പീരീഡിൽ സർജറി വേണ്ടി വരാറുള്ളൂ. പിന്നെ നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട് എല്ലാ കുട്ടികളും എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും പൾസ് ഓക്സിമെട്രി അഥവാ ബ്ലഡിലെ ഓക്സിജൻ്റെ ലെവൽ നോക്കാൻ വേണ്ടിയിട്ട് കയ്യിലെയും കാലിലെയും ഓക്സിജൻ ലെവൽ എല്ലാ കുട്ടികളുടെയും കേരളത്തിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ക്രീനിങ് പ്രൊസീജിയർ വഴി തന്നെ നമുക്ക് ഇതുമാതിരി എമർജൻസി ആയിട്ട് എന്തെങ്കിലും വേണ്ടി വരുന്ന കുട്ടികളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു എക്കോ ടെസ്റ്റ് ചെയ്യും. എക്കോ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ കുട്ടിയുടെ അസുഖം എന്താണെന്നുള്ളത് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഈ കുട്ടിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. എന്നിട്ട് ഈ ബേസിക്കലി ഈ എമർജൻസി ആയിട്ട് വരുന്ന കണ്ടീഷൻസ് വളരെ കുറവാണ്. പക്ഷേ ആ കണ്ടീഷൻസിന് അങ്ങനെയുള്ള കണ്ടീഷൻസിന് സർജറിയോ അല്ലെങ്കിൽ ഇൻ്റർവെൻഷനോ ഇല്ലാതെ ആ കുട്ടിക്ക് പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സപ്പോസ് ഈ TAPVC അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒബ്സ്ട്രക്റ്റഡ് TAPVC അതുമാതിരിയുള്ള കണ്ടീഷൻസ് ഉള്ള കുട്ടികൾക്ക് സർജറി ഇല്ലെങ്കിൽ ഈ കുട്ടി സർവൈവ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് കുട്ടിക്ക് ഇതിപ്പോൾ സേഫ് ആണോ അല്ലയോ എന്ന് നോക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുട്ടി സർവൈവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അഡ്വാൻസസ് ഇൻ പീഡിയാട്രിക് കാർഡിയാക് സർജറി, ബൈപ്പാസ് അതെല്ലാം കൊണ്ട് ഇത് കൺജനൈറ്റൽ ഹാർട്ട് സർജറി ഈസ് വെരി സേഫ്, എസ്പെഷ്യലി ഇൻ സ്റ്റേറ്റ്സ് ലൈക്ക് കേരള. നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് നല്ല കാർഡിയാക് സെൻറ്റേഴ്സ് ഉണ്ട്, നല്ല പീഡിയാട്രിക് കാർഡിയാക് സർജൻസും സെറ്റപ്പുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള കണ്ടീഷനിൽ മാത്രമേ നമ്മൾ ഈ കുട്ടികൾക്കത് അഡ്വൈസ് ചെയ്യുള്ളൂ. പക്ഷെ ആ ചെയ്യുന്നതെല്ലാം അത്യാവശ്യമുള്ളതുമാണ്. അപ്പോൾ ഇതിനൊന്നും നമുക്ക് പിന്നീടെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള എമർജൻസികൾ. പിന്നെ ഉള്ള കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയുടെയും ഡിസീസ് വേറെയാണ്. ഇപ്പോൾ സാധാരണ ഒരാൾ പറയുമ്പോൾ ഹാർട്ടിലൊരു ഹോൾ എന്നുള്ളത് പറഞ്ഞു വെച്ചാൽ അത് പല പല സ്ഥലത്താവാം, പല പല തരത്തിലുള്ളതാവാം. ഇപ്പോൾ ഹാർട്ടിലെ ചെറിയ അറകളുടെ ഇടയിലുള്ള മതിലുള്ള ഹോളിനെ ASD എന്ന് പറയും. ഇപ്പോൾ ഈ ASDകൾ നമ്മൾ പെട്ടെന്നൊന്നും അങ്ങനെ എമർജൻസി ആയിട്ട് സർജറിയോ ഇൻ്റർവെൻഷനോ ഒന്നും ചെയ്യില്ല. ഒരു 3-4 വയസ്സാവുമ്പോൾ പതുക്കെ ചെയ്താൽ മതി അത്. പക്ഷേ ഇതും എല്ലാം നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ
പിന്നെ VSDകൾ എന്നുള്ളത് ഹാർട്ടിൻ്റെ താഴത്തെ 2 അറകളുടെ ഇടയിൽ അല്ലെങ്കിൽ വലിയ അറകളുടെ ഇടയിലുള്ള മതിലുള്ള ഓട്ടകൾ. ഈ ഓട്ടകളും പല പല തരത്തിലുള്ള ഓട്ടകളുണ്ട്. ചെറിയ ഓട്ടകളുണ്ടാവാം, വലിയ ദ്വാരങ്ങളുണ്ടാവാം. ചില ദ്വാരങ്ങളെല്ലാം തനിയെ അടയാം. അപ്പോൾ കുട്ടിയുടെ സിംറ്റംസ് എല്ലാം നോക്കിയിട്ടാണ് നമ്മളിത് എപ്പോൾ ട്രീറ്റ് ചെയ്യണം, എപ്പോൾ സർജറി ചെയ്യണം, അല്ലെങ്കിൽ എപ്പോൾ ഇൻ്റർവെൻഷൻ ചെയ്യണം എന്നത് തീരുമാനിക്കുന്നത്. മാം, നമുക്കൊരു പ്രേക്ഷകന്റെ കോൾ ഉണ്ട്. പാലക്കാട് നിന്ന് വിഷ്ണുവാണ്. വിഷ്ണു, സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, ഗുഡ് ഈവനിങ്. ഡോക്ടർ, ഈ 1 വയസ്സായ കുട്ടികളിൽ ഇത്തരത്തിലുള്ള രോഗം നേരത്തെ ഡിറ്റക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആദ്യ സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഏത് രോഗമാണ് എന്നുള്ളതനുസരിച്ചിരിക്കും. 1 വയസ്സുള്ള കുട്ടിയുടെ സിംറ്റംസ് ഈ പറഞ്ഞ പോലെ നമ്മൾ നീലനിറം വരാൻ സാധ്യതയുള്ള കണ്ടീഷൻസ് എല്ലാം നമ്മൾ ഈ ജന്മത്തിൻ്റെ അപ്പം തന്നെ നമ്മൾ സാച്ചുറേഷൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ സാച്ചുറേഷൻ കണ്ട് അതനുസരിച്ച് നമ്മൾ അതിൽ ശരിയല്ലെങ്കിൽ എക്കോ ടെസ്റ്റ് ചെയ്യും. പിന്നെ കുട്ടിയുടെ സിംറ്റംസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്പെസിഫിക്കലി എന്താണ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ തിരിച്ചറിയുന്ന ഹൃദ്രോഗങ്ങൾ അല്ലാതെ ഇപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ 1-ാം മാസത്തിലോ 2-ാം മാസത്തിലോ അല്ലെങ്കിൽ കുട്ടിയുടെ വളർച്ചയുടെ ഏത് ഘട്ടത്തിലായപ്പോലും കുഞ്ഞിന് ഹൃദയ സംബന്ധമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പാരൻസ് തിരിച്ചറിയേണ്ട ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഓക്കെ, ഈ നമ്മുടെ ഹൃദയത്തിലെ ദ്വാരങ്ങൾ അതെല്ലാം നമുക്ക് ഈ ജനിച്ച സമയത്ത് തന്നെ ഒരു പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പാരൻസ് അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പാരൻസിന് എന്തൊക്കെ സിംറ്റംസ് കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഇത് ഉണ്ടോ എന്നറിയാൻ അവർ ഡോക്ടറെ സമീപിക്കണം എന്നുള്ളത്. ഇപ്പോൾ വളരെ ചെറിയ കുട്ടികൾ, ലൈക്ക് 6 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്കെല്ലാം അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്നുള്ളത് പാല് കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് പാല് കുടിക്കാൻ ബുദ്ധിമുട്ട് ഉള്ളത്, മുലപ്പാൽ കുടിക്കുമ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുലപ്പാൽ കുടിക്കാൻ പറ്റുന്നില്ല. അവർ കുറച്ച് കുടിക്കുന്നു, റെസ്റ്റ് ചെയ്യുന്നു, ആ സമയത്ത് ഒരുപാട് സ്വെറ്റ് ചെയ്യുന്നു, വീണ്ടും കുറച്ച് നേരം കുടിക്കുന്നു, വീണ്ടും നിർത്തുന്നു. അപ്പോൾ ഇങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മളൊരു എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയാണ്, വലിയൊരാൾ ഒരു എക്സസൈസ് ചെയ്യുന്ന പോലെയാണ് ഈ കുട്ടി പാല് കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഇക്വലൻ്റാണ് കുട്ടിക്ക് പാല് കുടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇത് ഒരു ഹൃദ്രോഗ ലക്ഷണമാവാം. പിന്നെ കുട്ടികൾ കരയുമ്പോഴോ അല്ലെങ്കിൽ നീല നിറം വരുന്നു, പിന്നെ കുട്ടികൾ കരയുമ്പോൾ നീല നിറം വരിക, ശ്വാസോച്ഛ്വാസത്തിന് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു, കുട്ടികൾ വളരെ പെട്ടെന്ന് ശ്വാസം വലിക്കുന്നത് മാതിരി തോന്നുന്നതും, ഈ ശ്വാസം വലിക്കുന്ന സമയത്ത് നെഞ്ച് ഒരുപാട് കുഴിഞ്ഞു പോകുന്നതായി തോന്നുന്നത്. ഇങ്ങനത്തെയൊക്കെയാണ് ആദ്യത്തെ കുറച്ച് ന്യൂ ബോൺ പീരീഡിൽ ആദ്യത്തെ ഒരു 1-2 മാസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന സിംറ്റംസ്. അതിനുശേഷം കുട്ടി വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഹാർട്ടിൽ വലിയ ഹോളുകളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവരുടെ വളർച്ചയിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ കുട്ടിക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓരോ ഇമ്മ്യൂണൈസേഷൻ വിസിറ്റിൽ നമ്മൾ കുത്തിവയ്പ്പ് എടുക്കാൻ വേണ്ടി നമ്മുടെ എല്ലാ കുട്ടികൾക്കും 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച ഈ വയസ്സുകളിൽ നമ്മൾ കുത്തിവയ്പ്പ് എടുക്കാൻ കൊണ്ടുപോകും. ആ സമയത്ത് നമ്മൾ കുട്ടികളുടെ വെയിറ്റ് നോക്കും. അപ്പോൾ ആ അപ്രോപ്രിയേറ്റ് സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഇല്ലെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗാണ്. അത് കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇത് ഹാർട്ട് ഡിസീസ് ആവാം എന്ന് ചിന്തിക്കണം. അത് ആ സമയത്ത് പീഡിയാട്രിഷനെ കാണിക്കേണ്ടതാണ്. പിന്നെ അതുമാതിരി കുട്ടിക്ക് വെയിറ്റ് കുറച്ചും കൂടി വലുതായി കഴിയുമ്പോഴത്തേക്കും കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ഒരു 4-5 മാസം ആകുമ്പോഴത്തേക്കും കുട്ടിയുടെ കഴുത്ത് ഉറയ്ക്കുന്നില്ല, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴും കുട്ടിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ നമ്മുടെ നോർമലായിട്ട് നമുക്കറിയാവുന്നതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണ്. അപ്പോൾ സാധാരണ കുട്ടി നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി നന്നായിട്ട് പാല് കുടിക്കുന്നു, പക്ഷെ ഒരു 3-4 ആഴ്ച കൊണ്ട് കുട്ടിയുടെ പാല് കുടി കുറയാണ്, യൂറിൻ പോകുന്നത് കുറയുന്നു, കുട്ടി കുറച്ച് എക്സ്ട്രാ ചബ്ബി ആയത് മാതിരി, അല്ലെങ്കിൽ ഈ നമുക്ക് കുട്ടികളിൽ നീര് വരുന്നത് ഒരു പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ കാലിലൊന്നും ആയിരിക്കില്ല കുട്ടികൾക്ക് നീര് വരുന്നുണ്ടാവുക, പുറകിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മുഖത്ത് ആയിരിക്കും നീര് വരുന്നുണ്ടാവുക. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഇങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പീഡിയാട്രിഷനെ കാണിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് പീഡിയാട്രിഷൻ നോക്കിയിട്ട് അവർക്ക്, കാര്യം ഇതെല്ലാം ഹാർട്ട് ഡിസീസ് കൊണ്ട് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾ കൊണ്ടും വരാം.
അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ പീഡിയാട്രിഷ്യൻ നോക്കിയിട്ട് അത് ഹാർട്ട് ഡിസീസ് മാതിരി അവർക്ക് സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ വീണ്ടും എക്കോ ടെസ്റ്റ് ചെയ്യും, പിന്നെ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യും. വ്യക്തമാണ് മാം. നമുക്ക് കോഴിക്കോട് നിന്ന് അഞ്ജന എന്ന പ്രേക്ഷകയുണ്ട്. മാം സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ, കുട്ടിക്ക് പനി വരുമ്പോഴും അതുപോലെ ശ്വാസമുട്ടലുണ്ടാകുമ്പോഴും ഒക്കെ വല്ലാതെ ഹൃദയം ഇടിക്കുന്ന പോലെ തോന്നും. പ്രത്യേകിച്ച് പനി വരുമ്പോഴാണ്. ആ സമയത്ത് മാത്രമാണ് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാവുന്നത്. ഇത് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖമാകാൻ സാധ്യതയുണ്ടോ? ഇത് കുട്ടിയുടെ വെയിറ്റ് എത്രയുണ്ട്, എത്ര പ്രായമായിട്ടുണ്ട്? 7 വയസ്സുള്ള കുട്ടിയാണ്. 22 കിലോ ആണ് വെയിറ്റ്. 7 വയസ്സ്. 7 വയസ്സുള്ള കുട്ടിക്ക് 22 കിലോ കുറച്ച് കുറവാണ്. എന്നിരുന്നാലും പ്രശ്നമില്ല. ഇയാളെ ഈ ഇൻഫെക്ഷൻസ് എല്ലാം വരുമ്പോൾ, പനിയെല്ലാം വരുമ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട മാതിരി അത്ര സിവിയറായിട്ട് വരാറുണ്ടോ? ഇല്ല, അത്ര സിവിയർ ആയിട്ട് വരാറില്ല. പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയത്താണ് കൂടെ ഇരിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടുതലാണല്ലോ എന്ന് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ട് ബീറ്റ് സാധാരണഗതിയിൽ നമ്മളൊരു എസ്പെഷ്യലി കുട്ടികൾ കുറച്ച് ആക്ടിവിറ്റി കൂടുമ്പോൾ, കുറച്ച് അവർ നന്നായിട്ട് ഓടിക്കളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പനിയുള്ളപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചില മരുന്നുകൾ, ഈ നമ്മൾ ചുമ ജലദോഷത്തിനൊക്കെ കഴിക്കുന്ന മരുന്നുകളൊക്കെ കുടിക്കുമ്പോൾ ചെറുതായിട്ട് ഹാർട്ട് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അത് പേടിക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും തോന്നുന്നുണ്ടെങ്കിൽ ഒരു ECG എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും, എസ്പെഷ്യലി ഇങ്ങനെ തോന്നുന്ന സമയത്ത്. ഈ കുട്ടികളുടെ ഹാർട്ട് റേറ്റിൽ ഈ താളത്തിൽ ഉള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ ഹാർട്ട് പെട്ടെന്ന് അടിക്കുന്നത് മാതിരി നമുക്ക് തോന്നാം. പക്ഷേ നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് ഇത് പേടിക്കാനുള്ള കാര്യമില്ല. എന്നിരുന്നാലും ഒരു ECG എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. വ്യക്തമാണ്. അഞ്ജന വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്കിടെ പനി വരിക, അസുഖങ്ങൾ വരിക ഒക്കെ സാധാരണമാണ്. മുമ്പൊക്കെ ഒരു 10-20 വർഷം മുമ്പൊക്കെ ഇടയ്ക്കിടെ ജലദോഷപ്പനി വരുന്ന കുട്ടികൾക്ക് റുമാറ്റിക് ഫീവർ ആണ് അത് എന്ന് പറയാറുണ്ട്. റുമാറ്റിക് ഫീവർ വരുന്ന കുട്ടികൾക്ക് റുമാറ്റിക് ഹാർട്ട് ഡിസീസിന് സാധ്യതയുണ്ട് പറയും. ഈ അടുത്ത കാലത്ത് ഈ അസുഖത്തിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കുറവാണ് എന്നും കേട്ടിട്ടുണ്ട്. ഡോക്ടർ, എന്നാലും എന്താണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ്? എന്തൊക്കെ ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്നുള്ളത് നമുക്ക് സ്ട്രെപ്റ്റോകോക്കസ് എന്നുള്ളൊരു ബാക്ടീരിയ കൊണ്ട് ത്രോട്ട് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം പിന്നെ കുറച്ച് ഒരു 3 ആഴ്ചയെല്ലാം കഴിഞ്ഞ് അക്യൂട്ട് റുമാറ്റിക് ഫീവർ എന്നൊരു അസുഖം വരും. ഇത് എല്ലാവർക്കും ഉണ്ടാവുന്നതല്ല. ബേസിക്കലി റുമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉണ്ടാവുന്നത് അക്യൂട്ട് റുമാറ്റിക് ഫീവറിൻ്റെ സെക്യുലയായിട്ടാണ്. അപ്പോൾ ഈ അക്യൂട്ട് റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞാൽ അത് ജോയിൻറ്റ് സിംറ്റംസ്, മുട്ടുവേദന, പനി, പിന്നെ ദേഹത്ത് റാഷ്, ദേഹത്ത് പാടുകൾ, അങ്ങനെ ഇതെല്ലാം കൂടി വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന ബാക്ടീരിയയുടെ ഇൻഫെക്ഷനാണ് ഇതിൻ്റെ തുടക്കം. ഒരുപാട് പേർക്ക് സോർ ത്രോട്ട് വരും. ജലദോഷത്തിൽ നിന്നുള്ളതിനെക്കാട്ടിലും തൊണ്ടയിലുള്ള ഇൻഫെക്ഷൻ. അപ്പോൾ ഈ സോർ ത്രോട്ട് സ്ട്രെപ്റ്റോകോക്കസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ കുറച്ച് പേർക്കാണ് ഇതിൻ്റെ സിക്യുലയായിട്ട് ഇത് വരുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ കേരളം പോലെയുള്ള സ്ഥലത്ത് ലോകം മുഴുവനായിട്ടും ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസ്, റാഷണൽ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് യൂസ് കൂടിയതുകൊണ്ട് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ തന്നെ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സെക്യുലയായിട്ട് വരുന്ന അസുഖങ്ങളും കുറയുന്നതുകൊണ്ടാണ് നമുക്ക് അസച്ച് ഇതിൻ്റെ ഇൻസിഡൻസ് കുറഞ്ഞത്. അപ്പോൾ പക്ഷേ ഇപ്പോഴും റുമാറ്റിക് ഹാർട്ട് ഡിസീസും റുമാറ്റിക് ഫീവറും ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ സിംറ്റംസ് ബേസിക്കലി ഒരു ജോയിൻറ്റ് സിംറ്റംസും പനിയും കൂടി വരുമ്പോഴാണ് നമ്മൾ റുമാറ്റിക് ഫീവറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നെ ഈ ഫീവർ സമയത്ത് ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യുന്ന, അപ്പോൾ ഈ ഫീവർ വരുന്നു, ഫീവറിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു ശ്വാസം മുട്ട്, അങ്ങനെ പിന്നെ ജോയിൻറ്റ് സിംറ്റംസ് ഇതെല്ലാം ഉള്ളപ്പോൾ ഡോക്ടർമാരത് നോക്കുകയും അതിൻ്റെ ബാക്കി എക്കോ ടെസ്റ്റ് ചെയ്യുകയും അതിൽ ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ട സ്റ്റിറോയിഡ്സ്, ആസ്പിരിൻ മുതലായിട്ടുള്ള മുതലായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്യും. പിന്നെ അതിനുശേഷം ഭാവിയിലും പെൻസിലിൻ എന്നുള്ള മരുന്ന് കഴിക്കാനും ആവശ്യമുണ്ട്. അപ്പോൾ അസച്ച് റുമാറ്റിക് ഫീവർ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നും ഈ അസുഖമുണ്ട്. നമ്മൾ ഇന്നും കോഷ്യസ് ആയിരിക്കണം. പക്ഷേ ആൻറ്റിബയോട്ടിക് യൂസും നമ്മുടെ മൊത്തമായിട്ടുള്ള ക്ലെൻലിനെസ് എല്ലാം കൂടിയതുകൊണ്ട്, ഹൈജീൻ എല്ലാം കൂടിയതുകൊണ്ടാണ്
ഈ റുമാറ്റിക് ഫീവർ പണ്ടത്തിൽ നിന്നും ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുള്ളത്. കുട്ടികളെ ബാധിക്കുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തൃശ്ശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അൽക്ക മാധവൻകുട്ടിയാണ്. മാം, നമുക്ക് കണ്ണൂരിൽ നിന്ന് ജോയ്സി എന്ന പ്രേക്ഷകയുണ്ട്. മാം സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ മാം, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഹലോ ഡോക്ടറെ, എൻ്റെ മകളുടെ കൊച്ചിനെ 2 മാസമായിട്ടേ ഉള്ളൂ പ്രസവിച്ചിട്ട്. അപ്പൊ ഈ മോന് ഭയങ്കര എപ്പോഴും രാത്രി കരച്ചിലായിരുന്നു. എന്നിട്ട് പിന്നെ വല്ലാതെ കഫക്കെട്ടൊക്കെ വന്നിട്ട് ഹോസ്പിറ്റൽ ICUലായിരുന്നു ഒരു 6-7 ദിവസം. അപ്പൊ ASD ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് ഹാർട്ടിന്റെ ചെറിയ ഹോൾസ് ഉണ്ട് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ എൻ്റെ മകളുടെ കൊച്ചാണ്. അപ്പൊ പിന്നെ വേഗം ഇമ്മ്യൂണിറ്റി കുറവാണ്, വേഗം കോൾഡൊക്കെ പിടിക്കും, വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കാരണം ഞങ്ങള് ബാപ്റ്റിസം പോലും ഒഴിവാക്കി ചടങ്ങുകളൊക്കെ മാറ്റി വെച്ചിട്ടാണുള്ളത്. ഡോക്ടറെ, അതിന് നമ്മള് ആളുകളുടെ അടുത്തേക്ക് അധികം കൊണ്ടുപോകാതെയോ വേഗം രോഗം പാഞ്ഞു പിടിക്കുന്നുള്ളൊരു രീതിയിലാണ് അറിഞ്ഞത്. അത് ഞങ്ങൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, പിന്നെ ശ്രദ്ധിക്കേണ്ടത്? 2 ട്വിൻ ബേബിയാണ്. ഗേൾക്കിന് കുഴപ്പമൊന്നുമില്ല, ഈ ആൺകുച്ചിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഹോൾസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടിയാണ്. നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമോ? ഇപ്പോ അമ്മ പറഞ്ഞത് ASD ആണല്ലേ? അതെ അതെ, ASD അഥവാ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ചെറിയ 2 അറകളുടെ ഇടയിലും അതിലുണ്ടാവുന്ന ഒരു ഹോളാണ്. സാധാരണഗതിയിൽ ASD ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഈ 2 മാസമുള്ള കുട്ടികൾക്കൊന്നും കാര്യമായിട്ടുള്ള സിംറ്റംസ് ASD കൊണ്ട് മാത്രം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ട്വിൻസ് ആയിരുന്ന ഈ കുട്ടികൾ പ്രീടേം ആയിരുന്നോ? മാസം തികഞ്ഞ് പ്രസവിച്ചതായിരുന്നോ? അതെ, ട്വിൻ ആയിരുന്നു. ഓക്കെ. അപ്പോൾ കുട്ടികൾക്ക് വെയിറ്റ് ഗെയിൻ ഒക്കെ നന്നായിട്ടുണ്ടോ? വെയിറ്റ് ഇപ്പൊ പ്രസവിച്ച പാട് കുറവായിരുന്നു. ഇപ്പൊ വെയിറ്റ് ഗെയിൻ മോന് കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല എന്നാ ഡോക്ടർ പറഞ്ഞിരുന്നത്. ഹലോ, 3 പോയിന്റ് ഓക്കെ. അപ്പോൾ 3 പോയിന്റ് സംതിങ് ഉള്ളത് പ്രശ്നമില്ല. പക്ഷെ 2 മാസത്തെ നമ്മുടെ ബർത്ത് വെയിറ്റിനനുസരിച്ച് നോക്കുമ്പോൾ ആദ്യമേ ബർത്ത് വെയിറ്റ് കുറവാകുമ്പോൾ ഗെയിൻ ചെയ്ത് വരുന്നതിൽ 3.4 എന്നുള്ളത് 2 മാസത്തിന് വലിയ പ്രശ്നമില്ല. പക്ഷേ ബേബീസിന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ASD എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ഒരുപാട് പേടിക്കണ്ട. പക്ഷേ ഈ ബേബി വെയിറ്റ് കുറഞ്ഞ ആളാണ്, ഒരു ന്യൂമോണിയ വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കോഷ്യസ് ആയിരിക്കണം. കോഷ്യസ് ആവുക എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ നമ്മൾ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ ഇൻഫെക്ഷൻ വരാതെ മാക്സിമം നോക്കുക എന്നുള്ളതാണ്. കാര്യം ASD ഉള്ള കുട്ടികളെ നമ്മൾ സാധാരണ കുട്ടികളെ പോലെ തന്നെ നോക്കിയാൽ മതി. ഇത് അടയാൻ സാധ്യതയുണ്ട്, പക്ഷെ ഇതിൻ്റെ സൈസ് അനുസരിച്ച് നമ്മളിതിന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഫോളോ അപ്പ് ചെയ്തിട്ട് ഇത് ഇൻ കേസ് നമ്മളായിട്ട് അടയ്ക്കേണ്ടി വരുവാണെങ്കിൽ യൂഷ്വലി അത് കുട്ടിയുടെ സിംറ്റംസും കുട്ടിയുടെ വെയിറ്റ് ഗെയിനും എല്ലാം അനുസരിച്ചിട്ടായിരിക്കും നമ്മളത് നോക്കുക. ഇപ്പം നമ്മൾ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഒരുപാട് തിരക്കുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകാതിരിക്കുക. നമുക്കൊരാൾക്ക് പനി, ചുമ, ജലദോഷം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മാസ്ക് ഉപയോഗിച്ച് കുട്ടിയെ ഹാൻഡിൽ ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ള പ്രിക്കോഷൻസ് എടുത്താൽ മതി. കുട്ടി കുറച്ചും കൂടി വലുതാവുമ്പോൾ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ നഴ്സറിയിൽ ആർക്കെങ്കിലുമൊക്കെ ജലദോഷം ഉണ്ടെങ്കിൽ, സാധാരണ നഴ്സറിയിൽ ഒരു കുട്ടിക്ക് ജലദോഷം വന്നാൽ എല്ലാവർക്കും വരും. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഇയാൾക്കൊരു ജലദോഷം പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു സാധ്യത കൂടുതലുണ്ട്. പനി, ഈ ന്യൂമോണിയകളൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കാൻ കുറച്ച് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ മാക്സിമം നോക്കുക. അല്ലാതെ ASD ആസ് സച്ച് കുട്ടിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കണം. ഹാർട്ടിൻ്റെ ഹോളെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിക്കുമെങ്കിൽ ഇതെല്ലാം നല്ലതായിട്ട് ട്രീറ്റബിളും ആണ്. ASD കൊണ്ട് ആസ് സച്ച് കുട്ടിക്ക് വലിയ പ്രശ്നങ്ങൾ വരില്ല. വ്യക്തമാണ്. ജോയ്സി മാം വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഏതാണ്ട് സമയം അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് കൂടി ചോദിച്ചോട്ടെ. ജനിതകമായ കാരണങ്ങൾ കൊണ്ട് ജന്മനാ കുട്ടികൾക്ക് ഹൃദ്രോഗങ്ങൾ വന്നേക്കാം. അതല്ലാതെ തന്നെ ഇപ്പോൾ ഡോക്ടർ, ഇപ്പോൾ ഹൈ റിസ്ക് പ്രഗ്നൻസിയുള്ള അമ്മമാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അത്തരത്തിൽ പാരൻസുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാരണങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബത്തിലെ മൂത്ത കുട്ടിക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെങ്കിൽ ഇളയ കുട്ടിക്ക് നല്ല സാധ്യതയുണ്ടോ? പാരമ്പര്യമായിട്ടൊക്കെ വരാമോ? എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ ഹൃദ്രോഗങ്ങൾ ഉണ്ടാകാം?
കുട്ടികൾക്ക് എല്ലാ ഡിസീസസിൻ്റെയും സ്പെസിഫിക് കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ കുറച്ച് ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അപ്പോൾ വീട്ടിലെ വേറൊരാൾക്കും ഹാർട്ട് ഡിസീസ് വരാൻ ചെറിയൊരു സാധ്യത കൂടുതലുണ്ട്. ഒരു 3 to 5% സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ മൂത്ത കുട്ടി ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ആൾക്കും ഹാർട്ട് ഡിസീസ് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യണത് നല്ലതായിരിക്കും. അച്ഛനോ അമ്മയ്ക്കോ ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ്. പിന്നെ വേറെ കാര്യം, ഇപ്പോൾ ജനിതകമായിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ബൈക്കസ്പിഡ് അയോർട്ടിക് വാൽവ്, ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ലീഷൻസ്, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ്, കാർഡിയോമയോപ്പത്തീസ്, ഹാർട്ടിൻ്റെ ഫങ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻസ്, അതുമാതിരി കുറച്ച് ഈ ഹാർട്ടിൻ്റെ താളത്തിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ, ഇതിലെല്ലാം ചെറിയൊരു ജനറ്റിക് പ്രെഡിലിക്ഷൻ ഉണ്ട്. ഡോക്ടർ ക്ഷമിക്കണം, ഇടപെടുകയാണ്. നമ്മൾ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് മറ്റൊരു അവസരത്തിൽ വളരെ വിശദമായി ഈ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. വളരെ വിശദമായി സംസാരിച്ചു. ഡോക്ടർക്ക് നന്ദി. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പ്രോഗ്രാം അവസാനിക്കുകയാണ്.